വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചക്കക്കുരു കൊണ്ട് ഒരു അടിപൊളി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ബദാം ഷേക്കിന്റെ രുചിയിൽ ഒരു അടിപൊളി ചക്കക്കുരു മിൽക്ക് ഷേക്ക്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ചക്കക്കുരു ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ചക്കക്കുരുവിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. മിൽക്ക് ഷേക്കിന്റെ ഇൻഗ്രീഡിയൻസ്: അര കപ്പ് ചക്കക്കുരു തൊലി കളഞ്ഞു വെച്ചത്, അര കപ്പ് പഞ്ചസാര, ഇതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുക്കാം, 1 ലിറ്റർ പാല് തിളപ്പിച്ച് ആവി ഫ്രിഡ്ജിൽ വെച്ചതാണ്, തണുപ്പിച്ച് വെച്ചത്, കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു അര സ്പൂൺ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്, ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തുടങ്ങാം. അര കപ്പ് ചക്കക്കുരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് 3 വിസിൽ വരെ വേവട്ടെ. ഒരു വെയിറ്റ് ചെയ്യാം. കഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അത് പൊടിച്ചെടുക്കാം. ചക്കക്കുരു ഏകദേശം പൊടിയായിരുന്നു. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കറക്കി എടുക്കുകയാണ്. ചക്കക്കുരു നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഒരു അരിപ്പേൻ്റെ മേലേക്ക് ഒഴിക്കുകയാണ്. ചക്കക്കുരു അരിപ്പയിലിട്ട് അരിച്ച് എടുക്കുകയാണ്. ഇതിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുക്കാനാണ്. ജാറിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുകയാണ്. അര കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പഞ്ചസാര ഐസ് ക്യൂബ്സ് നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. അത് ചക്കക്കുരുവിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് എടുത്തു വെച്ച പാല് ഒഴിക്കുകയാണ്. നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി വാനില എസൻസ് അര സ്പൂണ് ഒഴിക്കുന്നു. അര സ്പൂണ് വാനില എസൻസ് ഒഴിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യാണ്. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് 5 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഹെൽത്തിയായ ചക്കക്കുരു മിൽക്ക് ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.